ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു ചെറിയൊരു സക്സസ് ഒന്നും ഉണ്ടാവില്ല. ബിഗ് അച്ചീവ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. വലിയ സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മിക്കപ്പോഴും നിങ്ങൾ തോറ്റു പോവാറുണ്ട്. മാർച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പലകം വേണിച്ച് നിങ്ങൾക്ക് മാർച്ച് പകുതിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു അച്ചീവ്മെൻറ്റും അതോറിറ്റിയും കിട്ടുന്ന ഒരു മാസമായിരിക്കും കൂടുതലും ഏപ്രിൽ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സക്സസ് നിങ്ങൾക്ക് ഏപ്രിലിൽ ഉണ്ടാവും. കാര്യങ്ങളൊന്നും ഡിലേ ഏപ്രിലിൽ കാര്യമായിട്ട് ഉണ്ടാവില്ല. ഉത്രാട നക്ഷത്രക്കാരെ പറ്റി എല്ലാവരും പറയുന്നത് ഭയങ്കര ഡിസിപ്ലിനാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല സീരിയസ് ആണ്. പക്ഷെ ആരും പറയാത്തൊരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ കിങ് മേക്കർ മൈൻഡ് സെറ്റാണ്. എല്ലാവരും നിങ്ങളെ രാജാവിനെ പോലെ കാണണം, അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ കാണണം, എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു വിചാരം എപ്പോഴും ഉണ്ട്. ഒരു ക്രൗഡിലൊക്കെ വരുമ്പോൾ എല്ലാവരും എന്നെ കണ്ടിട്ട് നല്ല പറയണം എന്നുള്ള ആഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ കഴിയും. സ്ലോ ആയാലും കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് പോവുക. പക്ഷെ സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പലരും തള്ളിവിടാറുണ്ട്. അതോറിറ്റി പവർ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതായത് ഒരു രാജകീയമായിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. ലീഡർഷിപ്പ് നാച്ചുറലി വരും. നിങ്ങൾ മറ്റുള്ളവരെ കമാൻഡ് ചെയ്യും. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് പറ്റുകയും ചെയ്യും. ലെഗസി തിങ്കിങ് ആണ്. അതായത് പാരമ്പര്യം വേണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതൊന്നും ഷോർട്ട് ടേമിലേക്ക് ആവശ്യമില്ല. ഒരുപാട് ലോങ് ടേം സക്സസ് ആണ് നിങ്ങൾക്ക് വിചാരിക്കുന്നത്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ്സാണ്. കാരണം കുറച്ച് പെർഫെക്ഷൻ നോക്കണം കൊണ്ട് സ്ട്രെസ് എപ്പോഴും വരും. ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും, എല്ലാവരുടെ കാര്യം ഏറ്റെടുക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നല്ല ഡിസിപ്ലിനാണ്, നല്ല ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ട്, കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്യും. നിങ്ങൾ എന്താ വെച്ചാൽ എഫേർട്ട് എടുക്കും. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വിജയിക്കും. മെല്ലെ ആയാലും മാർച്ച് മാസത്തിൽ ക്ഷമയുടെ നെല്ലിപ്പലകിയ മാസമായിരുന്നു. കാര്യങ്ങളെല്ലാം സ്ലോ ആയിരുന്നു. പോരാത്തതിന് കരിയറിൽ വർക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് ഡിലേ വന്നതുകൊണ്ട് കുറച്ച് ചീത്തകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. സാമ്പത്തികം നോക്കുമെങ്കിൽ സ്റ്റേബിൾ ആയിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വരവ് ചിലവെല്ലാം കോമൺ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമൊന്നും മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. റിലേഷൻഷിപ്പിൽ സ്പെൻഡ് ചെയ്യണ ടൈം കുറവായെങ്കിൽ അതിൻ്റെ ബേസിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും എപ്പോഴും ഫൈറ്റ് നടന്നിട്ടുണ്ടാവാം. ഇമോഷണൽ ഡിസ്റ്റൻസ് കുറച്ച് വന്നിട്ടുണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടാവും. മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾക്ക് സ്ട്രെസ്സ്, നല്ല ടയേർഡായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു. എപ്പോഴാണ് റിസൾട്ട് വരിക എന്നൊരു ഫീലിങ്സ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. മാർച്ച് മാസം നിങ്ങളെ ടെസ്റ്റ് ചെയ്തു. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യുക. ഏപ്രിൽ മാസത്തിൽ ഒരു പ്രമോഷൻ സാധ്യതയുണ്ട്. ലീഡർഷിപ്പ് റോളും നിങ്ങൾക്ക് കിട്ടും. അതോറിറ്റി ഇൻക്രീസ് കിട്ടും. നിങ്ങൾക്കൊരു പവർ കിട്ടും. പക്ഷേ റെസ്പോൺസിബിളും കൂടും. അതിനൊപ്പം സ്ട്രെസ്സും നിങ്ങൾക്ക് എന്തായാലും ഏപ്രിലിൽ ഉണ്ടാവും. ഇൻകമിൽ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ താഴ്ന്നു പോവില്ല, കൂടാനേ സാധ്യതയുള്ളൂ. സ്റ്റേബിൾ ആയിരിക്കും. ഒരു ലോങ് ടേം വെൽത്തിനുള്ള ഒരു പ്ലാൻ എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അതിൽ സക്സസ് എന്തായാലും ഏപ്രിലിൽ ഉണ്ടാവും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫോക്കസ് കൂടും. ഡിസിപ്ലിനായിട്ട് വർക്കിംഗ് ചെയ്യും. അതുകൊണ്ട് റിസൾട്ട് ഹൈ ആയിരിക്കും. റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ കുറച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തും. അത് വേണിച്ചാൽ ഇനി വേണ്ടെന്ന് വെക്കുകയായിരിക്കാം. അല്ലെങ്കിൽ എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയും വരും. ഒരു മെച്യൂരിറ്റി വരും. അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടാവും. അതാ ഉദ്ദേശിച്ചത്. ചിലർക്ക് കല്യാണം കഴിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് സംസാരം എന്തായാലും വരും. ലോങ് ടേം സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ബിസിനസ് ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ ആദ്യം തന്നെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. അതിന് ശേഷം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ചെറിയ തടസ്സങ്ങൾ വരും. വലിയ ഡീലൊക്കെ എന്തായാലും ഉണ്ടാവും. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഏപ്രിലിൽ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് എനർജി എന്തായാലും ആക്ടിവേറ്റ് ആവും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് ഇനി ഏപ്രിൽ മുതൽ അങ്ങോട്ട് കുറച്ചൊക്കെ കാണാൻ തുടങ്ങും. താഴോട്ട് പോകാനും സാധ്യതയുണ്ട്, മേലോട്ട് വരാനും സാധ്യതയുണ്ട്. ആളുകൾ കുറച്ച് റെസ്പെക്റ്റൊക്കെ തന്നു തുടങ്ങും. നിങ്ങളുടെ പൊസിഷൻ എന്തായാലും കുറച്ച് സ്ട്രോങ് ആവും. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ കുറച്ച് മൗനം പാലിക്കും. മാനേജ് ചെയ്യണം. ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. 8 മണിക്കൂർ അതിൽ കൂടുതൽ ഉറങ്ങി എന്ന് നിങ്ങൾ സ്വയം ബോധ്യം വരുത്തുക. ഹെൽത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക.